1986 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ 1000 കണ്ണുകൾ ഡെന്നീസ് ജോസഫിന്റേതായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥ. മമ്മൂട്ടി, ശോഭന, രതീഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ. വലിയൊരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു ഈ സിനിമ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന് ഒരു പ്രധാന കാരണമായി ഞാൻ കരുതുന്നത് ഈ സിനിമ ക്ലാഷ് വെച്ചത് മോഹൻലാലിന്റെ തലവർ തന്നെ മാറ്റിമറിച്ച രാജാവിന്റെ മകനോടൊപ്പമായിരുന്നു. ശക്തമായൊരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെന്റുകളും ഒത്തുചേർന്ന രാജാവിന്റെ മകൻ വലിയ വിജയമായപ്പോൾ താരതമ്യേന കൊമേഴ്സ്യൽ എലമെന്റുകൾ ഉണ്ടെങ്കിലും ചിത്രത്തിന്റെ പ്രധാന പ്ലോട്ടും അതിലെ സങ്കീർണതകളും 1000 കണ്ണുകളെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റിയിരിക്കാം. പലപ്പോഴും സൈക്കോളജിക്കൽ സിനിമകൾക്ക് വരുന്ന ഒരു വിധിയാണത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇത് വളരെ മികച്ച ഒരു സിനിമയാണ്. ഈ കാലഘട്ടത്തിൽ പ്രേക്ഷകർ കാണേണ്ട ഒരു ചിത്രം. സ്വാഭാവിക പ്രകടനങ്ങൾ കൊണ്ട് മമ്മൂട്ടിയും ശോഭനയും തങ്ങളുടെ വേഷങ്ങൾ മികച്ചതാക്കിയപ്പോൾ രതീഷിന്റെ പ്രകടനം ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. ഒരു ക്രൈം ത്രില്ലർ സ്റ്റോറിയിൽ സൈക്കോളജിക്കൽ എലമെന്റുകൾ സമർത്ഥമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണാൻ ശ്രമിക്കുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.